ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാ. അപ്പോഴാണ് തോന്നിയത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. കുറേ ആയി അങ്ങോട്ട് പോയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നറിയാൻ ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോവാണ്. ചിലപ്പോൾ വയനാട്ടിലൊരു ഹിഡൻ വാട്ടർഫോൾസ് എന്നൊക്കെ പറയാം, പക്ഷേ കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കുത്തിയൊലിക്കുന്ന മഴയും അതേപോലെ തന്നെ ഒഴുക്കുമാണുള്ളത്. അവിടെ പോയിട്ട് ഒരു റിസ്കിനും നിങ്ങൾ നിൽക്കരുത്. ഇപ്പോൾ സേഫായിട്ട് വീട്ടിലിരിക്കുക. മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഈ ഒരു വാട്ടർഫോൾസ് വന്നിട്ട് ഒരു ദിവസം കുറച്ച് സമയം ഒന്ന് ചില്ല് ചെയ്ത് കാണുകയൊക്കെ ചെയ്യുക ഫാമിലി ആയിട്ട്. മറ്റു വാട്ടർഫോൾസുകളെ പോലെ പബ്ലിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ അണ്ടറിലൊന്നുള്ള വാട്ടർഫോൾസ് അല്ല, പ്രൈവറ്റ് ആണ്. പക്ഷെ ഒരു മൗനസമ്മതം ഉണ്ട് നമുക്ക് വന്നിട്ട് കാണാം എന്ന്. അത് മാത്രമല്ല, അതിന്റെ മെയിൻ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പോവൽ നടക്കില്ല, അത്രത്തോളം വെള്ളമാണ്. പക്ഷേ ആ ഭാഗങ്ങൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ മുമ്പ് പോയ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇപ്പോൾ സേഫായി ഇരിക്കുക, യാത്രയൊന്നും കൂടുതൽ ചെയ്യാതിരിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തൊക്കെ ആയതുകൊണ്ട് ഇപ്പം എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് അറിയാം. ഇങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്, അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഈ പറഞ്ഞ വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള റൂട്ടാണ്. ടീ ഫാക്ടറീൻ്റെ ഉള്ളിലൂടെ ആയതുകൊണ്ട് തന്നെ റോഡ് കുറച്ച് മോശമാണെങ്കിലും ഭയങ്കര രസമാണ് ഇതിൽ ട്രാവൽ ചെയ്യാൻ. ഈ വരുന്ന റോഡ് വൈത്തിരിയിൽ നിന്ന് നേരെ പടിഞ്ഞാറത്തറ വഴി മാനന്തവാടിയിലേക്ക് പോകുന്ന റൂട്ടാണ്. അത് അച്ചൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ്, അതായത് പൊഴുതന കഴിഞ്ഞിട്ട് അച്ചൂര് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റിലേക്ക് ഈ റോഡ് കയറിപ്പോവും. ഇത് പോകുന്നത് കുറിച്യർമല പ്ലാന്റേഷനിലേക്കാണ്. ഈ റോഡിന് നമ്മൾ പതിയെ പോയാൽ മതി. പ്ലാന്റേഷനാണ്, ചിലപ്പോൾ പെർമിഷൻ ആവശ്യം ഉണ്ടാവും. ആ പ്ലാന്റേഷൻ റോഡിലേക്ക് നമ്മളിങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എൻട്രൻസ് കിട്ടും. കുറിച്യർമല എൻട്രൻസ് പ്ലാന്റേഷൻ ലിമിറ്റഡിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇതുവഴി നേരെ പോവാം. ഈ ഒരു സമയത്ത് വയനാട്ടിലെ വയനാട്ടിൽ നിന്നല്ല, വാട്ടർഫോൾസ് എവിടെയാണെങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഹൈലി റിസ്കി ആണ് ഇപ്പോൾ എല്ലാ വാട്ടർഫോൾസും. ഓവർഫ്ലോ നന്നായിട്ടുള്ള സമയമാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫാമിലിയും ഒന്നുമായിട്ട് വാട്ടർഫോൾസിൽ പോവാതിരിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ റൈറ്റിലേക്ക് സ്വകാര്യ തോട്ടാണ്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാലം നമുക്ക് കാണാം. അത് കംപ്ലീറ്റ് മരമായിരുന്നു. ഒരു 2 മാസം മുമ്പ് വരുന്നത് വരെ നല്ല മരമായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ടത്, ഇത് കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇവിടെ എന്താണെങ്കിലും ഉണ്ടാകും. ഓക്കെ, ഇത് കോഫി ഏക്കേഴ്സ് ആണ്. ഇതിൽ നേരെ പോവാം. ഫാമിലിക്കായി വന്നു കഴിഞ്ഞാൽ അത്ര ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ അവിടെ വാട്ടർഫോൾസിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. വേറെ വാട്ടർഫോൾസിലേക്കോ അങ്ങനെ മുകളിലേക്കൊന്നും പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ റെസ്ട്രിക്ഷൻസൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് ചില്ലായിട്ട് തിരിച്ചു പോവാം. ഇത് കണ്ടില്ലേ, ഭയങ്കര കുത്തിയൊലിപ്പാണ് ഇവിടെ. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. കുറിച്യർമല വാട്ടർഫോൾസ് എന്നാണ് പറയാ. ഞാനിപ്പം നിൽക്കുന്നത്
ഈ വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയിലാണ്. സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരുവിധ ആളുകളൊന്നും ചിലപ്പോൾ ഈ ഒരു വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ മുകളിലേക്ക് കയറി പോവാം, പക്ഷേ മഴക്കാലത്ത് നമുക്ക് നടക്കില്ല. ഓക്കെ, ഈ കാണുന്നതേ ഒരു തേയില ഫാക്ടറി ആയിരുന്നു. തൊഴിലാളി സമരം കൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇത് പൂട്ടിപ്പോയതാണത്രേ. അപ്പോൾ ഇതാണ് ആ ലൊക്കേഷന്, കുറിച്യർമല വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പം ഇവിടെ വരാം, നിങ്ങൾക്കിങ്ങനെ എൻജോയ് ചെയ്യാം, തിരിച്ചു പോവാം. അങ്ങനെ ഒരു ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു പ്ലേസ് അല്ല ഇത്. ഈ വാട്ടർഫോൾസിൽ നിങ്ങൾക്ക് തൽക്കാലം എന്താ പറയുക ഇറങ്ങിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ തൊട്ട് ഇവിടെ ഒരു നോ എൻട്രി ബോർഡ് കണ്ടില്ലേ? ഈ നോ എൻട്രി ബോർഡിൻ്റെ ഉള്ളിലൂടെ മഴക്കാലത്തല്ല, വേനൽക്കാലത്ത് കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈബ്, അത്യാവശ്യം നല്ല, നമ്മൾ നേരത്തെ കണ്ട ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ വരുന്നൊരു വാട്ടർഫോൾസ് കാണാം. പക്ഷേ ഞാൻ വിചാരിച്ചാൽ ബൈക്കുകാർ ഇങ്ങോട്ട് വരും. അവർക്ക് പോയിണ്ടാവും. അങ്ങോട്ട് ഇങ്ങനെ ആടി ഇത് പാലത്തിൻ്റെ ചോട്ടിലായിട്ട് നമുക്ക് മഴയില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് കുളിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. അതേ സെയിം വെള്ളത്തിൻ്റെ ഒഴുക്കുള്ള സ്ഥലം. ഒരിക്കലും മഴക്കാലത്ത് ഇവിടെ വന്നിട്ട് കുളിക്കാനോ റിസ്കിന് നിൽക്കരുത്. ഇത് ഇറങ്ങാനേ പാടില്ലാത്തതാണ്.
ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വന്ന് കുളിക്കുകയും എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ മഴയത്തൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ വന്നിട്ട് ഇറങ്ങാൻ നിൽക്കരുത്.